നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് പടിക്കലെ രാപ്പകൽ സമരം. ഐക്യദാർഢ്യവുമായി കോൺഗ്രസ്. കോട്ടയത്ത് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. സമരത്തെ സർക്കാർ അടിച്ചമർത്തുന്നുവെന്ന് കെ.സി. ജോസഫ്. പീഡാനുഭവ ഓർമ്മകളിൽ 50 നോമ്പിന് തുടക്കമായി. കത്തോലിക്ക ദൈവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ. പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനവുമായി ഈസ്റ്ററിനെ വരവേൽക്കും. സംസ്ഥാനത്ത് SSLC പരീക്ഷ തുടങ്ങി. കോട്ടയം ജില്ലയിൽ പരീക്ഷ എഴുതുന്നത് 18,705 വിദ്യാർത്ഥികൾ. കുഴയ്ക്കാതെ ആദ്യ ദിനം. ഉത്സവലഹരിയിൽ അമർന്ന് പൊൻകുന്നം. പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നാളെ കുംഭകുട നൃത്തവും ആറാട്ടും. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് കളക്ടറേറ്റ് പടിക്കലേക്ക് മാർച്ചും ധർണയും നടത്തി. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നും ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് പിന്തുണയുമായി കോൺഗ്രസ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് കളക്ടറേറ്റ് പടിക്കലേക്ക് മാർച്ചും ധർണയും നടത്തി. നൂറുകണക്കിന് പ്രവർത്തകർ ധർണയിലും മാർച്ചിലും പങ്കുചേർന്നു. ടൗൺ ചുറ്റി വന്ന പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ.സി. ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ന്യായമായ കൂലിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് കെ.സി. ജോസഫ് കുറ്റപ്പെടുത്തി. ഇന്ന് അവരെ വേതനത്തിന് വേണ്ടി ന്യായമായ കൂലിക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. എന്താണ് ഈ സർക്കാർ ചെയ്യുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ? പുന്നപ്പുറയും വയനാടും സമരം ചെയ്ത രക്തസാക്ഷികളുടെ മേൽ ഭരിക്കുന്ന ഗവൺമെന്റ് അവരിന്ന് ആ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, കുഞ്ഞുതമ്പിയാർ പാടിയതുപോലെ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടത്. ഒരു സർക്കാരിന് മുഴുവൻ ശക്തി ഉപയോഗിച്ചുകൊണ്ട് സമരം അടിച്ചമർത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആന്റോ ആന്റണി MP, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, അഡ്വക്കേറ്റ് ടോമി കല്ലാനി, ഫിലിപ്പ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണകളിൽ ക്രൈസ്തവ സമൂഹം വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. ഈസ്റ്റർ വരെയുള്ള 50 ദിവസങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനയോടെയും വ്രതാനുഷ്ഠാനത്തോടെയും കഴിയും. വലിയ നോമ്പിന് തുടക്കം കുറിച്ച് ദൈവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. ക്രൈസ്തവ ഭവനങ്ങളിൽ വലിയ നോയമ്പിന് തുടക്കമായി. വിഭൂതി തിങ്കളാചരണം നടന്നു. ദേവാലയങ്ങളിൽ വൈദികരുടെ നേതൃത്വത്തിൽ പ്രത്യേകം പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്നു. ക്രൈസ്തവ വിശ്വാസികൾ ഈ ദിനത്തിൽ ദേവാലയങ്ങളിലെത്തി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് കുരിശു വരയ്ക്കുന്നു. നോമ്പുകാലത്തിന്റെ ആദ്യ ഞായറിന് പിറ്റേ ദിവസമാണ് സീറോ മലബാർ, സീറോ മലങ്കര സഭ അടക്കമുള്ള പൗരസ്ത്യ സഭകൾ വിഭൂതി ആചരിക്കുന്നത്. ഈസ്റ്റർ ഞായറിന് 46 ദിവസങ്ങൾ മുൻപ് വരുന്ന ബുധനാഴ്ചയാണ് റോമൻ സഭ വിഭൂതി ആഘോഷിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവർ 50 നോയമ്പ് എന്നാണ് വലിയ നോയമ്പിനെ വിളിക്കുന്നത്. വിഭൂതി തിരുനാളിന് മുമ്പുള്ള ഞായറാഴ്ച വലിയ നോമ്പിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. അന്നു മുതൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ 50 ആയതിനാലാണ് കേരള കത്തോലിക്കർ 50 ദിവസത്തെ നോമ്പുണ്ടായത്. ക്രിസ്തുവിന്റെ ജീവിതം, ത്യാഗം, പുനരുദ്ധാനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സമാനമായ ഉപവാസത്തിനായി ഓരോ വർഷവും ഒരു കാലയളവ് നീക്കിവയ്ക്കുവാൻ നോമ്പുകാലം ക്രിസ്ത്യാനികളോട് ആവശ്യപ്പെടുന്നു. ത്യാഗപൂർണമായ ജീവിതവും മത്സ്യമാംസങ്ങൾ അടക്കമുള്ള ഭക്ഷണം ഉപേക്ഷിച്ചും ആഘോഷങ്ങൾ ഒഴിവാക്കിയും ക്രൈസ്തവർ ഇക്കാലയളവിൽ പുണ്യം തേടുന്നു. പ്രാർത്ഥനയും ഉപവാസവും വഴി യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസത്തിന് തയ്യാറെടുക്കുന്നതിനും മാമോദീസയിൽ നടത്തിയ വാഗ്ദാനങ്ങൾ ഏറ്റുപറയുന്നതിനുമായി അനുഷ്ഠാനം എന്നതിലുപരി ആധ്യാത്മികമായ വലിയൊരു ഉണർവ് കൂടിയാണ് വിഭൂതി തിങ്കൾ പ്രദാനം ചെയ്യുന്നത്. പാലാ കത്തീഡ്രൽ പള്ളിയിൽ നടന്ന വിഭൂതി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നേതൃത്വം നൽകി. പാല ലാലം പഴയ പള്ളിയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോസഫ് തടത്തിൽ നേതൃത്വം നൽകി. ധാരാളം വിശ്വാസികൾ വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ തുടങ്ങി. കോട്ടയം ജില്ലയിൽ മാത്രം 18,705 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ആദ്യ ദിനം ബുദ്ധിമുട്ടില്ലാതെ കടന്നുപോയി. സംസ്ഥാനത്ത് SSLC പരീക്ഷ തുടങ്ങി. കോട്ടയം ജില്ലയിൽ 18,705 കുട്ടികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. 256 സ്കൂളുകളിലായി 9,179 ആൺകുട്ടികളും 9,526 പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത്. കോട്ടയം കഞ്ഞിക്കുഴി മൗണ്ട് കാർമൽ സ്കൂളാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തുന്നത്. 393 പേരാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത്. ഏറ്റവും കുറവ് പുന്നത്തുറ സെന്റ് ജോസഫ് HSലാണ്. 3 പേരാണ് ഇവിടെ പരീക്ഷ
പരീക്ഷ എഴുതുന്നത്. കോട്ടയം വിദ്യാഭ്യാസ ജില്ലയിൽ 7379, കടുത്തുരുത്തിയിൽ 3020, കാഞ്ഞിരപ്പള്ളിയിൽ 5175, പാലായിൽ 3131 കുട്ടികൾ പരീക്ഷ എഴുതും. ഇത്തവണ ആൺകുട്ടികളിൽ 69 പേരുടെ വർധനയുണ്ടായപ്പോൾ പെൺകുട്ടികളിൽ 120 പേരുടെ കുറവുണ്ടായി. കഴിഞ്ഞ വർഷം 100% വിജയം നേടിയത് 16 സർക്കാർ സ്കൂളുകളും 24 എയ്ഡഡ് സ്കൂളുകളും 2 സ്പെഷ്യൽ സ്കൂളുകളുമായിരുന്നു. രാവിലെ 9:30 പരീക്ഷ ആരംഭിക്കുന്നത്. ആദ്യ ദിനത്തിലെ മലയാളം ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞതായി വിദ്യാർത്ഥികൾ പറയുന്നു. പരീക്ഷ ഈ മാസം 26 സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ തിരുവുത്സവം ചൊവ്വാഴ്ച കൊടിയിറങ്ങും. നാളെയാണ് കുംഭകുട നൃത്തവും ആറാട്ടും. പൊൻകുന്നത്തിന് ഉത്സവ ഛായ പകർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവരുന്ന പുതിയകാവിലമ്മയുടെ തിരുവുത്സവത്തിന് നാളെ കൊടിയിറക്കം. നാളെ രാവിലെ എണ്ണക്കുടം അഭിഷേകം, ശ്രീബലി എന്നിവ നടക്കും. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന കുംഭകുട ഘോഷയാത്രകൾ ക്ഷേത്രാങ്കണത്തിൽ സംഗമിക്കും. പിന്നീട് അഭിഷേകം നടക്കും. 2 മണിക്ക് ആറാട്ട് ബലിയും ആറാട്ട് കടവിലേക്ക് എഴുന്നള്ളിപ്പും നടക്കും. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്ര ചിറയിലാണ് ആറാട്ട്. തിരുവുത്സവത്തിന്റെ 5ാം ദിവസമായ ഇന്ന് രാവിലെ ശ്രീബലി ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് നടന്ന ഉത്സവബലി കണ്ടു തൊഴാൻ നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് മഹാപ്രസാദമൂട്ടും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ഭക്തരുടെ സംഗമം നടന്നു. നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു. തുടർന്ന് ഇവർ സ്തോത്രനാമാവലി ജപിച്ചു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ ഭവനരഹിതരായ 274 പേർക്ക് കൂടി വീട് നൽകുന്നു. സ്വപ്നക്കൂട് 2025 എന്ന പേരിലാണ് പദ്ധതി. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ സംഗമം ചൊവ്വാഴ്ച രാവിലെ 11 ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി PMAYG ലിസ്റ്റിൽ ഉൾപ്പെട്ട 274 പേർക്ക് കൂടി വീടുകൾ നൽകുന്നു. സ്വപ്നക്കൂട് 2025 എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. എരുമേലിയിൽ 38 വീടുകളും, പാറത്തോട്ടിൽ 22 എണ്ണവും, മുണ്ടക്കയത്ത് 34 വീടുകളും, മണിമലയിൽ 32 വീടുകളും, കോരത്തോട് 43 വീടുകളും, കാഞ്ഞിരപ്പള്ളിയിൽ 72 വീടുകളും ഉൾപ്പെടെ 274 വീടുകളാണ് അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. 4 ലക്ഷം രൂപയാണ് ഒരു വീടിന് നൽകുന്നത്. ഇതിലൂടെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പാവപ്പെട്ടവരായ 274 കുടുംബങ്ങൾക്ക് പുതിയ ഭവനം ലഭ്യമാകുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ PMAY ഗുണഭോക്തൃ സംഗമം നാളെ 4-ാം തീയതി 11 മണിക്ക് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട 7 ഗ്രാമപഞ്ചായത്തിലെ ഏതാണ്ട് 274 വീടുകളാണ് നമ്മൾ നാളെ കൊടുക്കാൻ പോകുന്നത്. അവരുടെയാണ് സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ സംഗമത്തിൻ്റെ പേര് നമ്മൾ സ്വപ്നക്കൂട് 2025 എന്നാണ് പേരിട്ടിരിക്കുന്നത്. എരുമേലി ഗ്രാമപഞ്ചായത്തിൻ്റെ 38 എണ്ണവും, പാറത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ 22 എണ്ണവും, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിൻ്റെ 34 എണ്ണവും, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 74 എണ്ണവും, മണിമല ഗ്രാമപഞ്ചായത്തിൻ്റെ 34 എണ്ണവും, കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 33 എണ്ണവും, കോരത്തോട് ഗ്രാമപഞ്ചായത്തിൻ്റെ 43 എണ്ണവും, അങ്ങനെ ആകെ 274 വീടുകളാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ മേഖലയ്ക്കായി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ 3 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ജനറൽ വിഭാഗത്തിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർക്കും പ്രത്യേകം ലിസ്റ്റ് തയ്യാറാക്കിയാണ് സ്വപ്നക്കൂട് 2025 നടപ്പാക്കുന്നത്. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നവരുടെ ഗുണഭോക്തൃ സംഗമം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് സ്വപ്നക്കൂട് 2025 സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ജോളി മടക്കക്കുഴി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ഗോപിദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷക്കീല നസീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.
കോട്ടയം കളത്തുംകടവ് പാടശേഖരത്ത് വലിയ തീപിടുത്തമുണ്ടായി. ഏക്കർ കണക്കിന് തരിശ് പാടശേഖരം കത്തിപ്പോയി. കോട്ടയത്ത് കളത്തുംകടവ് പാടശേഖരത്ത് വലിയ തീപിടുത്തം. നാട്ടകം ഗസ്റ്റ് ഹൌസിന് സമീപം പുന്നക്കൽ ചുങ്കം പാടശേഖരത്താണ് തീപിടുത്തമുണ്ടായത്. ഇന്നുച്ചയ്ക്ക് 12:30യോടെയാണ് ഏക്കർ കണക്കിന് തരിശ് പാടശേഖരത്തിൽ തീ വ്യാപിച്ച് നശിച്ചത്. കോട്ടയത്തു നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തീയണച്ചത്. നിരവധി വീടുകൾ ഉള്ള ജനവാസ കേന്ദ്രത്തിനടുത്തായാണ് തീപിടുത്തമുണ്ടായത്. ഇത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. നിരവധി പക്ഷികളുടെ അടക്കം ആവാസ വ്യവസ്ഥയാണ് തീ കത്തി നശിച്ചുപോയത്. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് അറിവായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ പൂരം ഈ മാസം 6-ന് കൊടിയേറും. ഈ വർഷം മുതൽ 10 ദിവസമായിട്ടായിരിക്കും ഉത്സവ ചടങ്ങുകൾ. പാമ്പാടി ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലെ കുംഭപൂര ഉത്സവം ഈ മാസം 6-ന് കൊടിയേറി 15-ന് ആറാട്ടോടെ സമാപിക്കും. ദേവഹിത നിശ്ചയപ്രകാരം ഈ വർഷം മുതൽ 10 ദിവസമായിട്ടാണ് ഉത്സവ ചടങ്ങുകൾ. 6-ാം തീയതി വൈകുന്നേരം 5:45-നും 6-നും 6-ാം തീയതി വൈകുന്നേരം 5:45-നും 6:30-നും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരി, മേൽശാന്തി ഹരികുമാർ കെ വിഷ്ണു നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും. അന്നേ ദിവസം വൈകിട്ട് 6:15-ന് ലക്ഷദീപം. തുടർന്ന് 7 മണിക്ക് കലാപരിപാടികൾക്ക് തുടക്കമാകും. 7:15-ന് മൗഷ്മി ആർ നായർ, സാധിക വി നായർ എന്നിവരുടെ കർണാട്ടിക് സംഗീതം അരങ്ങേറ്റം നടക്കും. 2-ാം ദിനമായ 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ഉച്ചയ്ക്ക് ശ്രേഷ്ഠമായ ഉത്സവ ബലിദർശനം നടക്കും. 13-ാം തീയതി ഉച്ചയ്ക്ക് 12:30-ക്ക് കുംഭകുട ഘോഷയാത്ര ദേശവഴിക്കരകളിൽ നിന്ന് എത്തും. 1:30-ക്കാണ് കുംഭകുടം അഭിഷേകം. 14-ാം തീയതി വൈകിട്ട് കാഴ്ചശ്രീ ബലി ഉണ്ടാവും. രാത്രി 10-ന് പള്ളിവേട്ട പുറപ്പാടും 10:30-ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പും നടക്കും. 15-ാം തീയതി വൈകുന്നേരം 5:30-ക്ക് പൊത്തൻപുറം മഞ്ഞാമാക്കൽ കടവിൽ ദേവി ആറാടും. തുടർന്ന് ആറാടിയെത്തുന്ന ദേവിയെ സ്വീകരിക്കും. ശേഷം കൊടിയിറങ്ങും. തിരുവുത്സവത്തോടനുബന്ധിച്ച് കലാവേദിയിൽ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ചേർപ്പങ്കൽ BVM കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. നേത്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാൻ ക്യാമ്പിന് കഴിഞ്ഞു. ചേർപ്പങ്കൽ BVM ഹോളി ക്രോസ് കോളേജിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും കോളേജിലെ ചാരിറ്റബിൾ സൊസൈറ്റിയായ ഹോപ്സും പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി നെയ്യാട്ടുശ്ശേരി യൂണിറ്റും സംയുക്തമായി നെയ്യാട്ടുശ്ശേരിയിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി. പൈക ലയൺസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ്. നേത്രരോഗ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ കണ്ണിന്റെ വിവിധങ്ങളായ രോഗങ്ങൾ നിർണ്ണയിക്കുകയും മരുന്ന് വിതരണം ചെയ്യുകയും ചെയ്തു. കൂടാതെ ശസ്ത്രക്രിയ വേണ്ടവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ലഭിച്ചു. അത്യാധുനിക രീതിയിലുള്ള ശസ്ത്രക്രിയയ്ക്കുള്ള സജ്ജീകരണങ്ങളും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി നെയ്യാട്ടുശ്ശേരി യൂണിറ്റ് ഫെഡറേഷൻ പ്രസിഡന്റ് ചെറിയാച്ചൻ ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി രാജൻ മാത്യു, PDS ഫീൽഡ് സൂപ്പർവൈസർ ഷാനി, പള്ളിവികാരി ഫാദർ ജോൺ വെട്ടുവയലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ക്യാമ്പിന് കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരള കോൺഗ്രസ് MLA തോമസ് പീറ്റർ പാലാ നഗരസഭയുടെ പുതിയ ചെയർമാൻ. LDF മുന്നണിയിലെ ധാരണ പ്രകാരമാണ് തോമസ് പീറ്റർ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പാലാ നഗരസഭ ചെയർമാനായി കേരള കോൺഗ്രസ് M അംഗം തോമസ് പീറ്റർ തിരഞ്ഞെടുക്കപ്പെട്ടു. നഗരസഭയിലെ 3-ാം വാർഡ് അംഗമാണ് തോമസ്. ആരോഗ്യം, വിദ്യാഭ്യാസം, കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ സിബിൽ തോമസ് മുൻ കൗൺസിലറും ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷയുമായിരുന്നു. LDF മുന്നണി ധാരണ പ്രകാരമാണ് തോമസ് പീറ്റർ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ജോസ് എഡ്വേഡിനെയാണ് തോമസ് പീറ്റർ പരാജയപ്പെടുത്തിയത്. തോമസ് പീറ്ററിന് നഗരസഭാ ഹാളിൽ സ്വീകരണം നൽകി. വൈസ് ചെയർപേഴ്സൺ ബിജി ജോർജ് അധ്യക്ഷത വഹിച്ചു. ആകെയുള്ള 26 പേരിൽ 25 പേർ വോട്ട് ചെയ്തു. തോമസ് പീറ്ററിന് 16 വോട്ടും ജോസ് എഡ്വേഡിന് 9 വോട്ടും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് പടിക്കലെ രാപ്പകൽ സമരം. ഐക്യദാർഢ്യവുമായി കോൺഗ്രസ്. കോട്ടയത്തെ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും. സമരത്തെ സർക്കാർ അടിച്ചമർത്തുന്നുവെന്ന് KC ജോസഫ്. പീഡാനുഭവ ഓർമ്മകളിൽ 50 നോമ്പിന് തുടക്കമായി. കത്തോലിക്ക ദൈവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ. പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനവുമായി ഈസ്റ്ററിനെ വരവേൽക്കും. സംസ്ഥാനത്ത് SSLC പരീക്ഷ തുടങ്ങി. കോട്ടയം ജില്ലയിൽ പരീക്ഷ എഴുതുന്നത് 18,705 വിദ്യാർത്ഥികൾ. കുഴയ്ക്കാതെ ആദ്യ ദിനം. ഉത്സവലഹരിയിൽ അമർന്ന് പൊൻകുന്നം. പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നാളെ കുംഭകുട നൃത്തവും ആറാട്ടും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.